പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വാഹന അപകടത്തിൽ 2ാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. റോഡിലെ കുഴികൾ മൂലം പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്നാരോപിച്ച് ബിജെപിയുടെ പ്രതിഷേധം. കൊഴിഞ്ഞാമ്പാറ ചിറ്റൂർ റോഡ് ഉപരോധിച്ചാണ് ബിജെപി പ്രതിഷേധിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വാഹന അപകടത്തിൽ 2ാം ക്ലാസ്സുകാരി ദാരുണമായിട്ടാണ് മരിക്കുന്നത്. റോഡിലെ കുഴികൾ മൂലം ഈ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണ് എന്നാരോപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അരങ്ങേറുകയുണ്ടായി. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചു. ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോടിൽ ഷബീർ അലി എന്ന വ്യക്തിയുടെ, അത്തിക്കോട് സ്വദേശിയായ ഷബീർ അലി എന്ന വ്യക്തിയുടെ മകളായ നഫീസത്തുൽ മിസ്രിയ അപകടത്തിൽ മരിച്ചത്. കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയായ നഫീസത്തുൽ മിസ്രിയെ സ്കൂളിലാക്കുന്നതിന് വേണ്ടി സ്കൂട്ടറിൽ പോയതായിരുന്നു പിതാവ്. ഈ സമയത്ത് അത്തിക്കോട് ഭാഗത്ത് വെച്ചിട്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഈ കുഞ്ഞുമായിട്ട് വരുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരാൾ കൈ കാണിക്കുന്നു. ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നു. സ്കൂട്ടർ ഓട്ടോറിക്ഷയുടെ പുറകിലിടിച്ച് മറിയുമ്പോൾ ബസ് സമീപത്തുകൂടെ തീറിപ്പാഞ്ഞു പോവുകയും ആ കുട്ടിയുടെ തലയിലൂടെ ബസ്സിൻ്റെ പുറകിലെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്തിയത്. കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി റോഡ്, പാലക്കാട് പൊള്ളാച്ചി റോഡിലാണ് ബി.ജെ.പിയുടെ ഉപരോധം ഉണ്ടായത്. പ്രധാനമായിട്ടും ഈ റോഡിൻ്റെ വിവിധ ഇടങ്ങളിൽ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്ന സ്ഥിതിയാണ്. റോഡിൻ്റെ നിർമ്മാണത്തിലാണെങ്കിൽ വലിയ അശാസ്ത്രീയതയാണ് ഉള്ളത് ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഓമനക്കുട്ടൻ്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. ബി.ജെ.പിയോടൊപ്പം തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളും ഒക്കെ ആ പ്രതിഷേധത്തിൽ അണിനിരക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് ഈ പ്രതിഷേധിച്ച ബി.ജെ.പി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.